ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 10ാം ക്ലാസ് പൊതുപരീക്ഷാ നിലവാരത്തിലുള്ള സിലബസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള 4 വീഡിയോസ് ചെയ്തിരുന്നു. സിലബസ് വന്ന ദിവസം നമ്മളത് ഓവറോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം GK കറണ്ട് അഫയേഴ്സ്, കേരള റിനൈസൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തു. പിന്നീട് മാത്സിൽ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം ചെയ്തു. പിന്നീട് നമ്മൾ സയൻസിൻ്റെ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയിലെ സിലബസ് GK വിഭാഗത്തിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. അപ്പോൾ അതിന് കൂടാതെ മറ്റു പോയിൻറ്റ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. കാരണം ഇതേ പേരിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള പേരിൽ തന്നെ 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 2 ആദ്യ പാഠഭാഗത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓർഡറിലായിട്ട് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെ നോട്ട്സൊക്കെ എഴുതിയിട്ടുള്ളൊരു PDF ആണിത്. അപ്പോൾ ഈ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കുമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്നും ഉറപ്പായിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതെ ഓരോ പോയിൻറ്റ്സ് വായിക്കുന്നതും ഓരോ ടോപ്പിക്കായിട്ട് പറഞ്ഞതും എല്ലാം കൃത്യമായിട്ട് കേട്ട് പോവുക. നോട്ട്സ് ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കേണ്ട കാര്യം, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അപ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. അപ്പോൾ അതിനെ ഒരു ടേബിൾ രൂപത്തിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താണ് പഠിക്കാൻ പോകുന്നത്, ഓർഡറിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മളിനി എന്താണ് പഠിക്കുന്നത്, ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ച് തീരും എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ ഒരു രൂപരേഖ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ടേബിൾ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഇത് പാഠപുസ്തകത്തിലുള്ള അതേ ഒരു ടേബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നത് ലയനക്കരാർ, സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ ആണ്. അതിനുശേഷം ഭരണഘടനയും പൊതു തിരഞ്ഞെടുപ്പും. അപ്പോൾ അത് 1950 ജനുവരി 26 രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അവരുടെയൊക്കെ റോളുകളൊക്കെ നമ്മളിനി ഈ PDF-ൻ്റെ ബാക്കി ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഇന്ത്യയുടെ സാമ്പത്തിക നയം, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, അവയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും എന്നുള്ള മേഖലയിൽ അവിടെ ഗവേഷണ സ്ഥാപനങ്ങൾ, ബഹിരാകാശ രംഗം, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, വിദ്യാഭ്യാസ നയം, ഇത്രയും കാര്യങ്ങളൊക്കെ ടേബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നീട് സാംസ്കാരികം എന്നുള്ള ഭാഗത്ത് വരുന്നത് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടുത്ത് നടന്ന പരീക്ഷകളും ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നീട് പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ വിദേശ നയമാണ്. അപ്പോൾ അതിൽ ചേരിചേരായ്മയുണ്ട്, പഞ്ചശീല തത്വങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യവും ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ അതേ വരി അതുപോലെ റിപ്പീറ്റ് ചെയ്തൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറാക്കിയത്. ഓക്കെ, ഇനി നമുക്കിതിലെ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം അഭയാർത്ഥി പ്രവാഹം ഇങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യ നേരിട്ടിരുന്നു. അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം, ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയോട് വിഭജിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും 10 ദശലക്ഷത്തോളം, അതായത് 1 കോടിയോളം ആൾക്കാർ അഭയാർത്ഥികളായിട്ട് സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. അപ്പോൾ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള, അതായത് ഒരുപാട് അക്രമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വർഗീയ ലഹളകൾ നടന്ന സ്ഥലം ഏതൊക്കെയാണ്? കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ PSCക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു സ്ഥലം തന്നിട്ട് അതില്ലാത്ത ബാക്കി 4 സ്ഥലങ്ങളും തന്നിട്ട് ചോദിക്കും ഇതിലേതായിരുന്നു വർഗീയ ലഹളകൾക്ക് ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായിട്ട് അനുഭവപ്പെട്ട സ്ഥലം എവിടെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ പോയിൻറ്റ്സും പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അതിൽ വേണ്ടത് മാത്രം പോയിൻ്റായിട്ട് എഴുതിയിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പുസ്തകം ഫുള്ള് വായിച്ച് തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി വേണ്ടത് മാത്രം വെച്ചിട്ടുള്ളൊരു PDF ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടേബിളൊന്നും നമ്മൾ മിസ്സാക്കുന്നില്ല. ടേബിളുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേക ബോക്സായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങളുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടായിരുന്നു. അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ട് ഇത് ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യത്തിലൊക്കെ PSC ചോദ്യം ചോദിക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഗാന്ധിജി മരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്.
അപ്പോൾ ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമാണ്. 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഓക്കെ, അതൊക്കെ നമുക്കറിയാവുന്ന പോയിൻറ്റ്സാണ്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പോൾ 1947 ഇന്ത്യ വിഭജനം നടന്നതിന് ശേഷം തുടർന്നും കുറേ അതിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, കുറേ രക്തരൂക്ഷിതമായ കലാപങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു പോയിന്റ് കിട്ടിയല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതിനുശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പലതവണ പല രീതിയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ കാര്യങ്ങളെന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 565 നാട്ടുരാജ്യങ്ങൾ കൂടി ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ട് മുമ്പാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം, കൃത്യ എണ്ണം പറയുകയാണെങ്കിൽ 565 നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നാട്ടുരാജ്യങ്ങൾക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ ഈ 3 രീതിയിൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ആയിരുന്നു അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്രിട്ടൻ പോയപ്പോൾ ആ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നം. ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം. അപ്പോൾ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല അക്കാലത്ത് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ഏറ്റവും അധികം മുന്നിട്ടിറങ്ങിയ 2 വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി VP മേനോനായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ചുമതല സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് സർദാർ വല്ലഭായ് പട്ടേലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിലെ പല പോയിൻറ്റ്സ് നമ്മൾ മറ്റ് പല ചാപ്റ്ററിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു എയിം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് ഓവറോൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോയിൻ്റായിട്ട് വായിച്ചു പോകുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക് കരാർ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഇപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുടെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടി സർദാർ പട്ടേലും VP മേനോനും ലയനക് കരാർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചേർന്നു. എന്നാൽ ഈ 3 സ്ഥലങ്ങൾ, ഇത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. അപ്പോൾ അവയിൽ അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. അപ്പോൾ ഈ 3 നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും അല്ലാതെ സൈനിക നടപടികളിലൂടെയും നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് അവർ ചേർത്തു. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചുള്ള വിശദീകരിച്ചുള്ള 3 പോയിൻറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുസ്തകത്തിലുള്ളതല്ല, എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതും PSCയുടെ ഇഷ്ട വിഷയമാണ്, ഇഷ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് ആണ്. അപ്പോൾ വർഷമുണ്ട് 1947, ഡേറ്റുമുണ്ട് ഒക്ടോബർ 26. ഓക്കെ, ഇപ്പോൾ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് ആണ്, 1947 ഒക്ടോബർ 26. അതുപോലെ 1948 ഓപ്പറേഷൻ പോളോ, PSC ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദുമായി കാശ്മീരുമായി അതിൻ്റെ മാസമേ ഉള്ളൂ 48 സെപ്റ്റംബർ. ഓക്കെ, അതിനുശേഷം ഇതും PSC ചോദിച്ചിട്ടുള്ള ജനഹിത പരിശോധന വഴി, ഇനി പൂർണ്ണം കൂടെ ഉണ്ടല്ലോ, ജുനഗഡ് ഉണ്ട്. അപ്പോൾ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ജുനഗഡാണ്. അത് 1948 ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയല്ലോ. അതിനുശേഷം ഒരു കോട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഉദ്ധരണികൾ ചോദിച്ചിട്ട് അത് ആര് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടേബിളിൻ്റെ കാര്യം പറഞ്ഞു. ആ ടേബിളിൽ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകം പറഞ്ഞു. അത് നിങ്ങൾ ഓർത്തിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അതുപോലെ ഒരെണ്ണമാണ്, കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞതാര്?
അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നേതൃത്വം കൊടുത്ത വ്യക്തി ആരായിരിക്കും? സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് പറഞ്ഞത്. എന്താണ്? കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓർത്തിരിക്കുമല്ലോ. അതിനുശേഷം സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഫ്രഞ്ചും പോർച്ചുഗീസും ഇവരുടെ കോളനികൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധീനതയുള്ള അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ ഇന്ത്യയിൽ പ്രദേശങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. രാജ്യം, ഇപ്പോൾ ഫ്രാൻസും പോർച്ചുഗീസും ആയിരുന്നു എന്ത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഇന്ത്യയിൽ അധീനത്വം അല്ലെങ്കിൽ അധീശത്വം കൊണ്ടുവരുന്ന രണ്ട് വിദേശ രാജ്യങ്ങൾ. അപ്പോൾ അവയിൽ ഫ്രാൻസിൻ്റെ കീഴിലുള്ള അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. അപ്പോൾ ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. അതുപോലെ പോർച്ചുഗലിൻ്റെ കാര്യം പറഞ്ഞു. ഇവ ഗോവ, ദാമൻ, ദിയു ഇത് മൂന്നുമായിരുന്നു പോർച്ചുഗീസ് കോളനികളായിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1961. അപ്പോൾ ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഓർത്തിരിക്കാം? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 7 കൂട്ടുക. അപ്പോൾ 1954 ആര് പോയി? ഫ്രാൻസ് പോയി. അതിനുശേഷം പിന്നെ 7 കൂട്ടുക. 1961 പോർച്ചുഗീസുകാർ പോയി. ഓക്കെ. അപ്പോൾ ആദ്യം ഫ്രാൻസ് വരുമ്പോൾ പോർച്ചുഗീസ് വരുന്നത് എങ്ങനെ ഓർക്കാം? ഫ്രാൻസാണ് ആൽഫബറ്റിക്കലി ആദ്യം നിൽക്കുന്നത്. അപ്പോൾ FP അങ്ങനെ ഓർക്കാം. ഈ വർഷങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിയല്ലോ. ഇനി 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു പോകാം. VP മേനോൻ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ PSCക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു പോകാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലാർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. പിന്നീട് 1952 ഒറീസയിൽ അദ്ദേഹം ഗവർണറായി ചുമതലയേറ്റു. ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാരാണ്? VP മേനോനാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പ്രത്യേകമായിട്ട് എഴുതിയിട്ട് VP മേനോൻ സൈഡിൽ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം വിഭജനം സിനിമയിൽ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചുള്ള സിനിമകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. ഇപ്പോൾ സംവിധായകനാണ് ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. MS സത്യുവിൻ്റെ ഗരം ഹവ. ഇപ്പോൾ MS സത്യുവിൻ്റെ ഗരം ഹവ. ഗോവിന്ദ് നിഹലാനിയുടെ തമസ്. പമേല റോക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. മേഘേ ധാക്കധാര ആരുടെയാണ്? ഋത്വിക് ഘട്ടക്. ഗരം ഹവ ആരുടേതാണ്? MS സത്യു. തമസ് ആരുടേതാണ്? ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടേതാണ്? പമേല റോക്സ്. ഓക്കെ. അപ്പോൾ ഇത് നോട്ടായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ അത് അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭരണഘടന എന്നുള്ള ഭാഗത്തായിരിക്കും നോക്കുന്നത്. ഇവിടെ നമ്മളെന്താണ് ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാണ്. ഓക്കെ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയുള്ള സഭ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിച്ചത്. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത് എക്സ്ട്രാ പോയിൻ്റാണ്. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളത് പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളവയാണ്. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിനുശേഷം ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുവാൻ ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കുവാൻ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടന ശില്പി നമ്മൾ അറിയപ്പെടുന്ന BR അംബേദ്കറിനെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിച്ചത്. ഓക്കെ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായി 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ INC-യുടെ ഭാഗമായിട്ടൊക്കെ വന്ന ചർച്ചകളുടെ ഭാഗമായിട്ട് വന്ന ആശയങ്ങളുടെയൊക്കെ അഭിലാഷങ്ങളായിട്ടാണ് അവയുടെ പ്രതിഫലനം, അതിലെ പോയിന്റ്സൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ റിപ്പബ്ലിക് അതിനുശേഷം ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. അപ്പോൾ റിപ്പബ്ലിക് അതിനുശേഷം ഒരു ഇലക്ഷൻ നടത്തണം, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണം, ജനാധിപത്യ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951, 52 കാലയളവിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എന്താണ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഇപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളും അല്ലാതെയുമായിട്ട് കിടന്ന സ്ഥലങ്ങളെല്ലാം സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം ബ്രിട്ടീഷുകാർ പോയി, അതിനുശേഷം അവയെ യോജിപ്പിച്ചു. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യം വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പാഠപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായതിനെ തുടർന്ന്, അപ്പോൾ പല നാട്ടുരാജ്യങ്ങളുടെ അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിലും അവിടെ തന്നെ ഒരു നാട്ടുരാജ്യത്ത് തന്നെ വളരെയധികം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതിനുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. അപ്പോൾ പല കോണിൽ നിന്നും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കെല്ലാവരും കൂടി ചേർത്ത് ഒരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നു. അപ്പോൾ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ എങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്ന് 1920 INC സമ്മേളനം, അതിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു, ആസ്ഥാനം എവിടെയായിരുന്നു, നാഗ്പൂർ കോൺഗ്രസ്, ആ സമ്മേളനത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൂടി ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് നോട്ട് ചെയ്യുക, അത് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടൊരു പോയിന്റ്. നമ്മൾ സംസ്ഥാനങ്ങളുടെ രൂപയോട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായ പോറ്റി ശ്രീരാമലു എന്നാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. പോറ്റി ശ്രീരാമലു 58 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടന്നു. ആ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പോൾ സംസ്ഥാന രൂപീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ 56 ഓർക്കുന്നത്, എങ്കിലും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം രൂപീകരിച്ച ഏതാണെന്ന് ചോദിച്ചാൽ വർഷം 1953. ആ സംസ്ഥാനത്തിൻ്റെ പേര് ആന്ധ്രയാണ്. നമ്മൾ ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. ഓക്കെ, അതിനിടയാക്കിയ കാര്യം മനസ്സിലായല്ലോ. പോറ്റി ശ്രീരാമലു 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നീട് സംഭവിച്ചത്, ഇതേ തുടർന്ന് ഇന്ത്യ ഒട്ടാകെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ശക്തമായി. അപ്പോൾ പോറ്റി ശ്രീരാമലുവിൻ്റെ സമരത്തെ തുടർന്ന്, അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പ്രക്ഷോഭം ശക്തമായി. 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇന്ത്യ ഒട്ടാകെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം ശക്തമായി. അപ്പോൾ അതിനെ തുടർന്ന് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഇതും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഇതാണ് ഡിഗ്രി ലെവലിലും SLC ലെവലിലും ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ഇതേ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് ചെയർമാൻ ആരായിരുന്നു, അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റംഗങ്ങൾ എന്ന് പറയുമ്പോൾ HN കുൻസ്രു ഉണ്ടായിരുന്നു, പിന്നെ മലയാളിയായ KM പണിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ഈ നിയമപ്രകാരം ആ സമയത്ത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളതല്ല, അതിൽ സംസ്ഥാനങ്ങൾ പലതും ഇപ്പോൾ ഉള്ളതാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ പിന്നീട് സംസ്ഥാനങ്ങളടക്കം മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1956 ഈ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു നിലവിൽ വന്നത്. ഓക്കെ, അതിനുശേഷം സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF ഇത്രയും വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? നമ്മളത് ഓർഡറിൽ തന്നെ ഒരു കാര്യം ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച കിട്ടും. എങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ വന്നത്, ഏതിനെ തുടർന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്, അതിനെ പരിഹരിക്കാൻ എന്തൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം ഇതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റാങ്ക് ഫയൽ വെച്ച് പഠിച്ച് തുടങ്ങാം. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടിയതിന് ശേഷം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇത് ഫുള്ളും നമ്മൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങളിത് പഠിച്ച് തീർത്തതിന് ശേഷം അങ്ങനെ കൂടി റെഫർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്നുള്ള ഭാഗമാണ്.
അപ്പോൾ ഇവിടെ എന്താണ്, സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. കാരണം എന്താണ്, മുഴുവൻ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ എന്താണ്, ഇന്ത്യക്ക് സാമ്പത്തിക മേഖലയിൽ മുന്നേറ്റം നടത്താൻ പല പോളിസികളൊക്കെ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ മിക്സായ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സ്ഡ് എക്കോണമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ അവയ്ക്ക് എന്താ പ്രത്യേകത, പൊതുമേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു സാമ്പത്തിക നയം രൂപീകരിച്ചത് എങ്ങനെയായിരുന്നു, അന്ന് നിലവിലിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും സമന്വയം മിശ്രണമായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ മിക്സ്ഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതിൻ്റെ പ്രത്യേകത പൊതുമേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും, അന്നത്തെ റഷ്യയാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നും ഉൾക്കൊണ്ട ആശയമായ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത്. അപ്പോൾ അതിൽ തന്നെ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത്. ഓക്കെ, ഇനി അവിടെ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1950 മാർച്ച് 15, അപ്പോൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള ടേബിളാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാർലാൽ നന്ദ വൈസ് ചെയർമാനും വരുന്നു. അപ്പോൾ ഇതൊക്കെ ടേബിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നേരത്തെ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കറിയാം, ഇതൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു, ഗുൽസാർലാൽ നന്ദയ്ക്ക് ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. ഓക്കെ, അപ്പം ചെയർമാൻ നെഹ്റു, വൈസ് ചെയർമാൻ ഗുൽസാർലാൽ നന്ദ, പിന്നെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. ഓക്കെ, അത് കിട്ടിയല്ലോ. അതിനുശേഷം സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. സെപ്പറേറ്റായിട്ട് നിങ്ങൾ പിന്നീട് നോക്കണം. അത് മെയിൻ എക്സാമിനായിരിക്കും അങ്ങനെയുള്ള എല്ലാം കുറച്ചുകൂടി കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഇത്രയും പഠിച്ച് തീർത്തതിന് ശേഷം, ഇത്രയും ഓക്കെ ആയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി പഠിക്കുക, മെയിൻസിന് കൂടി ചേർത്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടുത്താനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയായിരുന്നു, കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടുത്തുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നു, ഊർജ്ജോൽപാദനം നടത്തുന്നു, വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി വരുന്നു. ഇതൊക്കെയായിരുന്നു ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇപ്പോൾ ചെറിയ പോയിൻ്റായിട്ട് പുസ്തകം കൊടുത്തിട്ടുള്ളതാണ്, പക്ഷേ ഇത് PSC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം നോക്കേണ്ട, ഇവിടെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇത് PSCയുടെ ഇഷ്ട ടോപ്പിക്കാണ്, പലതവണ പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സംസ്ഥാനം പുസ്തകത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു, അതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭിലായ് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിലാണ്, അത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത്. ബൊക്കാറോ അതെവിടെയാണ്, ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ്, അത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ്. റൂർക്കേല ഒഡീഷയാണ്, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ദുർഗാപൂർ ബംഗാളാണ്, ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോക്കി പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്കാവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്, നമ്മുടെ രാജ്യത്തിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള പല പല പ്രവർത്തനങ്ങൾ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുകയാണ്. അപ്പോൾ എന്ത് വേണം, വൻകിട അണക്കെട്ടുകൾ വന്നപ്പോൾ 2 കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു. എന്തൊക്കെയാണ്, ഒന്ന് കൃഷിക്ക് ആവശ്യമായ ജലം കിട്ടി, ജലസേന എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഡാമിന്. അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ കൂടിയുണ്ട് ഡാമിന്. അപ്പോൾ ആ വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ഭക്രാനങ്കൽ, അത് സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശ് പഞ്ചാബിൻ്റെ അതിർത്തി ഭാഗത്താണ് ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഭക്രാനങ്കൽ. PSCയും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് ഈ നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് സംസ്ഥാനത്താണെന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചു.
അപ്പോൾ ഇത് ഒരു പോയിൻ്റായിട്ട് പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, അങ്ങനെ തുടങ്ങി പലതരം ലക്ഷ്യങ്ങളോടുകൂടി ദേശീയ തലത്തിൽ തന്നെ 55 പദ്ധതികൾക്ക് എന്ന് തുടക്കം കുറിച്ചൊന്ന് ചോദിക്കാം. എന്നാണ് 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് അതിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ. അതിനുശേഷം പിന്നീട് വന്ന മാറ്റത്തെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. അപ്പോൾ അതുവരെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള മിക്സ്ഡ് എക്കോണമി ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രൈവറ്റൈസേഷനൊക്കെ കൂടുതലായിട്ട് വന്നത് 1990കൾക്ക് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്റം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതിനുശേഷം പിന്നെ ഏത് മേഖലയിലാണ്? ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൃഷിയായി, വ്യവസായമായി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ചു, അങ്ങനെ പല പല കാര്യങ്ങൾ ഒന്നിടവിട്ട് ചെയ്തു വരികയാണ്. അപ്പോൾ അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്തൊക്കെ നേടിയെന്നുള്ള കാര്യം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇനി നോക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പുസ്തകത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി അഥവാ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അടുത്തത് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, അതിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്. പിന്നീട് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ച്. ഇത് മൂന്നും ഓർത്ത് വെച്ചിരിക്കുക. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായ ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹോമി ജഹാംഗീർ ഭാഭയും എസ്.എൻ. ഭട്നാഗറുമായിരുന്നു. ഈ രണ്ട് വ്യക്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹോമി ജഹാംഗീർ ഭാഭയും എസ്.എൻ. ഭട്നാഗറുമായിരുന്നു. അതുപോലെ തന്നെ ഹോമി ജഹാംഗീർ ഭാഭ, H.J. ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവ. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ആരാണ്? ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഇതിൻ്റെയൊക്കെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ നേതൃത്വം നൽകിയ വ്യക്തി. ഇനി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ലോകോത്തര നിലവാരമുള്ള 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ അഥവാ IITs 1954നും 1964നും ഇടയ്ക്ക് സ്ഥാപിതമായി അല്ലെങ്കിൽ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ആസ്ഥാനവും വർഷവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അപ്പോൾ ആദ്യത്തേത് IIT ഖരഗ്പൂർ ആണ്. അത് ബംഗാളിലാണ്. 1951ലാണ് സ്ഥാപിതമായത്. അതുപോലെ തന്നെ IIT ബോംബെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അത് 1958ലാണ് നിലവിൽ വന്നത്. അതിനുശേഷം IIT മദ്രാസ് തമിഴ്നാടാണ്. 1959 നിലവിൽ വന്നു. അതുപോലെ തന്നെ IIT കാൺപൂർ അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. 1959 നിലവിൽ വന്നു. അതിനുശേഷം IIT ഡൽഹി, ഇപ്പോൾ 5 ഡൽഹിയാണ് ആസ്ഥാനം. 1961. അപ്പം 51 മുതൽ 64 വരെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 54നും 64നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 51 മുതൽ തന്നെ സ്ഥാപിതമായി. അതുകൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓർമ്മ കാണുമല്ലോ. അതിനുശേഷം അതിനെയൊക്കെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലയിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും 5 IITകളൊക്കെ വന്ന് അത്രയും കൂടുതൽ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് മികച്ച വിദ്യാർത്ഥികളെയൊക്കെ പടുത്തുയർത്തി. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതകശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിലും ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. അടുത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യയും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണവും. ഒരു വികസ്വര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു മേഖലയാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. എന്താണ്? 1962 ആരൊക്കെയുണ്ട്? ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതി വെക്കേണ്ടതും അതിനനുബന്ധപരമായിട്ട് പഠിക്കേണ്ടതൊക്കെ ഞാൻ റെഡ് ഇങ്കിൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 1969
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഏതാണ്? ISRO, നമ്മുടെ ISRO സ്ഥാപിതമായി. അതിൻ്റെ വർഷം എന്നാണ് 1969. ഓക്കെ. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. പിന്നീട് 1975 ആര്യഭട്ട, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. അത് വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-നാണ്. വിക്ഷേപണ സ്ഥലം റഷ്യയിൽ വെച്ചാണ്. റഷ്യയിലെ വോൾഗോഗ്രാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്, വോൾഗോഗ്രാഡ്. വിക്ഷേപണ വാഹനം C1 ഇന്റർകോസ്മോസ് ആണ് വിക്ഷേപണ വാഹനം. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 360 കിലോഗ്രാമാണ്. ഇത് എക്സ്ട്രാ പോയിൻ്റായിട്ട് ആഡ് ചെയ്താണ്, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യും. ഓക്കെ. അതിനുശേഷം ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ കൂടി നമുക്ക് ഇന്നുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ 2 ഏജൻസികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഉണ്ട്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഉപഗ്രഹങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ പറ്റണം. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഉണ്ട്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉണ്ട്. ഓക്കെ. പിന്നെ ഇന്ത്യ വികസിപ്പിച്ച പ്രധാനപ്പെട്ട മിസൈലുകൾ എന്നുള്ള പേരിൽ അഗ്നിയും പൃഥ്വിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യാം. പിന്നീട് ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരായിരുന്നു ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇന്ത്യയുടെ ആണവരംഗവുമായിട്ട് ബന്ധപ്പെട്ട് മറക്കാനാവാത്ത 2 പേരുകളാണ് ഡോക്ടർ രാജാ രാമണ്ണയും ഡോക്ടർ APJ അബ്ദുൽ കലാമും. അതിനുശേഷം ടേബിളായിട്ട് 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് വിക്രം സാരാഭായുടെ കാര്യമാണ്. ഓക്കെ. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രവും തുടങ്ങിയതാരാണ്? വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്ന പേര് നൽകി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കാര്യമാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനുമായിരുന്നു. മിസൈലായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസായിട്ടുള്ള കാര്യങ്ങൾ. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായിട്ടുള്ള SLV-3 PSLV, ഇപ്പോൾ APJ അബ്ദുൽ കലാം മുൻകൈ എടുത്ത പ്രധാനപ്പെട്ട വിക്ഷേപണ വാഹിനികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് SLV-3യും PSLV-യുമാണ്. അത് രണ്ടും അദ്ദേഹമാണ് വികസിപ്പിച്ചത്. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇതും PSC ചോദിച്ചിട്ടുണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ അനുബന്ധപരമായിട്ട് പുസ്തകത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ചാന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ബഹിരാകാശ മേഖല ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചേർത്ത് ചാന്ദ്രയാൻ മംഗൾയാൻ എന്നിവയെക്കുറിച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ചാന്ദ്രയാൻ ഫസ്റ്റാണ്, ചാന്ദ്രയാൻ 1. അപ്പോൾ അത് വിക്ഷേപിച്ച തീയതി 2008 ഒക്ടോബർ 22. ഇത് തിരിച്ചും മറിച്ചും PSC ചോദിക്കാറുള്ളതാണ്. 2008 ഒക്ടോബർ 22 ചാന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. വിക്ഷേപണ വാഹനം PSLV-C11 PSLV-C11. അതിനുശേഷം അതിൻ്റെ ഭാരം, ചാന്ദ്രയാൻ 1ൻ്റെ ഭാരം 1380 കിലോഗ്രാമാണ്. 1380 കിലോഗ്രാം. ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8-നാണ്. 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. 2008 നവംബർ 8 അതിൻ്റെ ഭ്രമണപഥത്തിലെത്തി. സമ്പൂർണ്ണമായിട്ട് പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ. പിന്നീട് ചോദിക്കാവുന്നതാണ്, വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ 2008 ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ G. മാധവൻ നായരാണ്. ആരാണ്? G. മാധവൻ നായർ. ഇപ്പോൾ ചാന്ദ്രയാൻ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ചാന്ദ്രയാൻ സെക്കൻഡാണ്. ചാന്ദ്രയാൻ സെക്കൻഡിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്, സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. വിക്ഷേപണ വാഹനം എന്ന് പറയുമ്പോൾ GSLV Mark 3 M1 ആണ്. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് K. ശിവനാണ്.
പിന്നെ അതിൻ്റെ ലാൻഡർ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് വിക്രമാണ്, റോവർ പാർട്ട് പ്രഗ്യാനാണ്. അപ്പോൾ സമ്പൂർണ്ണ വിജയമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകുക. അതിനുശേഷം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു മിഷനായിരുന്നു മംഗൾയാൻ. അപ്പോൾ അത് വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ തന്നെയാണ്. വിക്ഷേപണ വാഹനം ചോദിച്ചിട്ടുണ്ട്, PSLV C-25 ആണ്. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24-നാണ്. വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. രാധാകൃഷ്ണനാണ്. അപ്പം മംഗൾയാനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ. ഓക്കെ, അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. എപ്പോൾ? ചന്ദ്രൻ ഫസ്റ്റ് വിക്ഷേപിച്ചപ്പോൾ. അത് സക്സസ് ആയപ്പോൾ ഇത്രയും രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഏജൻസികൾക്ക് ശേഷം ആദ്യമായിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയായിട്ട് മാറി. അതുപോലെ തന്നെ മംഗൾയാൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണ് പ്രത്യേകത? ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി, ഇന്ത്യയിൽ നിർമ്മിച്ച് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലെത്തിയ പേടകം ഏതാണ്? അത് മംഗൾയാനാണ്. അത് സക്സസ്സും ആയിരുന്നു. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഹെഡിങ്, ആ ഒരു കോട്ട് വായിച്ച് നോക്കണം. എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഇത് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. PSC പുസ്തകത്തിലെ തന്നെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അപ്പോൾ കമ്മീഷനുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുസ്തകത്തിൽ തന്നെ ടേബിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കമ്മീഷനുകൾ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കമ്മീഷനുകൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ശുപാർശകൾ. അപ്പോൾ ആദ്യത്തേത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, വർഷം 1948. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു അതിൻ്റെ പഠനം. അപ്പോൾ അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കണം. ഇത് മൂന്നുമായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ മുന്നോട്ട് വെച്ച ശുപാർശകൾ. എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കുക. ഓക്കെ, അതിനുശേഷം ഒന്നാണ് 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ നമ്മൾ അറിയപ്പെടും. ഇത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇപ്പോൾ നമ്മൾ ചോദിക്കാം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ശുപാർശ മുന്നോട്ട് വെച്ച സമിതി അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നൊക്കെ ശുപാർശ വെച്ച കമ്മീഷൻ ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. വർഷം 52. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ കോത്താരി, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പറഞ്ഞല്ലോ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 അത് നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. 10+2+3 മാതൃക ആരുടെയാണ്? ഡോക്ടർ DS കോത്താരിയാണ്. വർഷം 1964. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചതും കോത്താരിയാണ്. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. വാല്യൂ ആഡ് അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് മുന്നോട്ട് വെച്ചതും ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഈ വീഡിയോ മാക്സിമം ഒറ്റത്തവണ വായനയോട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നോട്ട് തയ്യാറാക്കി വീണ്ടും റിപ്പീറ്റഡായിട്ട് കേട്ട് ഓഡിയോ മാത്രമായിട്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേൾക്കുക. വീഡിയോ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ വളരെയധികം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കണ്ട് നോക്കുക, പഠിച്ചെടുക്കുക. ഇത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീരീസിൽ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ,
അതിനുശേഷം 1986 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നിലവിൽ വന്നു. എന്നാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത്. അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദ്യം വരാം. അതുകൊണ്ടാണ് ഞാൻ റെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള പദ്ധതി എന്തിൻ്റെ ശുപാർശയാണ്? 1987 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ, ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഉദ്ദേശം. ഇനി അതുപോലെ തന്നെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതും ഇതിൻ്റെ ഒരു ശുപാർശയായിരുന്നു, നിർദ്ദേശമായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. പെൺകുട്ടികളെ കൂടുതലായിട്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഊന്നൽ കൂടി കൊടുത്തിരുന്നു. ഓക്കെ, 4 പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്, നോട്ട് ചെയ്യുക. അതിനുശേഷം 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാക്കി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കിയത് 2009. അപ്പോൾ നമ്മൾ അവിടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് ഈ 2 ടേബിളുള്ള കാര്യം കൂടി നോക്കണം. മൗലാന അബ്ദുൽ കലാം ആസാദ്, എന്താണ് പ്രത്യേകത? അദ്ദേഹം എവിടെ എങ്ങനെയാണ് പ്രസക്തനാകുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന് ജന്മദിനമായ നവംബർ 11, ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് ചോദിച്ചിട്ടുണ്ട്, ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചതാരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ടേബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള പോയിന്റ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനെ ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും ചേർത്ത്, അവ രണ്ടും കൂടി ചേർത്തിട്ട് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ള പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അടുത്തതാണ് സാംസ്കാരിക നേട്ടങ്ങൾ. സാംസ്കാരിക നേട്ടങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സാംസ്കാരികമായിട്ടുള്ള ഇന്ത്യയുടെ തനിമയും അതൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് എത്തിക്കാനും ഇന്ത്യയിൽ തന്നെ അത് നിലനിർത്തി പോരാനും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതിൻ്റെ ഒരു ടേബിളുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്ക് വരെ ഈ ടേബിളിൽ നിന്നുള്ള അതേ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം സ്ഥാപനം പറയും, അതിൻ്റെ പ്രവർത്തനങ്ങൾ പറയും, അതിനുശേഷം അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറയും. അപ്പോൾ ആദ്യം പറയുന്നത് സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ പഴയ പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. പേരിൽ തന്നെയുണ്ട്, സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അടുത്തത് ലളിതകലാ അക്കാദമി. അതെന്താണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇപ്പോൾ ഈ ചോദ്യമായിരുന്നു നേരത്തെ PSC ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനായി അത് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹി. അപ്പോൾ നമ്മൾ ആസ്ഥാനം പ്രത്യേകം പഠിക്കേണ്ട. ഈ 4 ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അടുത്തത് സാഹിത്യ അക്കാദമി. അതെവിടെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രവർത്തനം എന്താണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് അതിൻ്റെ ലക്ഷ്യം. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അവിടെ എന്തൊക്കെയുണ്ട്? സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ തന്നെയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. അപ്പോൾ നാടകമേള നടത്തുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനം എന്ന് ചോദിച്ചാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആസ്ഥാനം അവിടെ തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇത്രയുമാണ് എന്താണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ആസ്ഥാനം ഏതാണ്?
ന്യൂഡൽഹി തന്നെയാണ്. കിട്ടിയല്ലോ. അടുത്ത നമ്മൾ അവസാനത്തെ പോയിൻ്റാണ് വിദേശ നയം. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പല രാജ്യങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ നയം എന്തെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രത്നച്ചുരുക്കമാണ് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 1947 നെഹ്റുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യം 47 കിട്ടുന്നതിന് മുമ്പ് INCയുടെ സമ്മേളനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രൂപീകരിക്കപ്പെട്ട വിദേശ നയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ചോദിച്ചിട്ടുള്ളവയാണ്. വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പി. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു 6 പോയിൻ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്താണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പറയുന്നുണ്ട്, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അപ്പോൾ ഈ 6 പോയിൻറ്റ്സാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഓക്കെ, അപ്പോൾ ഇതിലെ പഞ്ചശീല തത്വങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ നമുക്ക് പഞ്ചശീല തത്വങ്ങൾ കേൾക്കുമ്പോൾ തന്നെ 1954 ചൈന എന്നുള്ള 2 വാക്കുകൾ ഓർമ്മ വരണം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻ ലായുമായിട്ടാണ് ഈ സംയുക്ത പ്രസ്താവന ഒപ്പുവെച്ചത്. ഓക്കെ, ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഭാഗമാണ്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചശീല തത്വങ്ങളായിട്ട് പറയും. അപ്പോൾ പലർക്കും ഡൗട്ട് വരും, പഞ്ചശീല തത്വം ചൈനയുമായിട്ട് മാത്രമല്ലേ എന്ന് ചോദ്യം വരും. അപ്പോൾ അത് വ്യക്തമായിട്ട് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെ ആയിരുന്നു. ഓക്കെ, ആ പഞ്ചശീല തത്വങ്ങളാണ് ഇനി പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചശീല തത്വത്തിൻ്റെ ലംഘനമൊക്കെയാണ് ചൈന നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 5 പോയിൻ്റാണ് പഞ്ചശീല തത്വങ്ങളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. എങ്കിലും ഈ പാഠപുസ്തകത്തിൽ അതിന് റിലേറ്റഡ് ചെയ്യുന്ന ഭാഗത്രേ ഉള്ളൂ. ചേരാ നയം. അതിൻ്റെ പ്രത്യേകത എന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? പല ചേരികളായിട്ട് രാജ്യങ്ങൾ മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായിട്ടൊരു ചേരിയോടൊപ്പം നിൽക്കാതെ, അതായത് US-ൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ തന്നെ US-ൻ്റെ ഭാഗമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് 2 ചേരികളായിട്ടൊക്കെ മാറിയിരുന്നു. അപ്പോൾ ആ 2 ചേരിയിലും ചേരാതെ ശരിതെറ്റുകൾ, ഒരു ചേരിയോടൊപ്പം സ്ഥിരമായിട്ട് നിൽക്കാതെ ആ സംഭവത്തിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്നുള്ള ഇന്ത്യ സ്വീകരിച്ച സമീപനമാണ് ചേരാ നയം. അതിന് പ്രധാന പങ്ക് ഇന്ത്യയിൽ നിന്ന് വഹിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടിക്കാണും ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത് ഒരു തവണ വായിച്ചു വിട്ടു, നമ്മൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസ്സിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കേരള PSC ഓൺലൈൻ ഗുരുജി എന്ന് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പെയ്ഡ് കോഴ്സൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ കൂടുതൽ ക്ലാസ്സിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ടോപ്പിക്സ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലുള്ളതും അതിൻ്റെ അനുബന്ധ വിവരങ്ങളോട് ആഡ് ചെയ്ത് പാഠപുസ്തകത്തിലുള്ളത് നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബോറായിട്ട് തോന്നും. അപ്പോൾ അതിനെ നമ്മൾ പോയിൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സാണ്, എക്സ്ട്രാ വരുന്ന പോയിൻറ്റ്സ് വർഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടായിട്ട് കൂടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒരു ബേസായിട്ട് വെച്ചിട്ട് ആ ഒരു സിലബസിലെ മെയിൻ ഒരു പോയിൻ്റാണ്, നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണിത്.
അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിച്ച് തീർക്കുക. സ്കിപ്പ് ചെയ്ത് ഓടിച്ചൊന്നും കണ്ടുപോകാതെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ പോയിൻ്റായിട്ട് വായിച്ച് നിങ്ങളുടെ സ്വന്തമായിട്ട് നോട്ടായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങളുടെ കൂട്ടിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്ത് കാണാം. നന്ദി.